നിങ്ങൾക്ക് ഹാപ്പി ആവണം. ഹാപ്പി ആവണമെങ്കിൽ ഇതാ ഇപ്പം ഇവിടെ മാക്സിമം ഹാപ്പിനെസ്സിലേക്ക് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാം. ഇതിൻ്റെ സീക്രട്ട് ഇത്രയേ ഉള്ളൂ. ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെ ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഒന്ന് സെറട്ടോണിൻ, വേറൊന്ന് ഡോപ്പമീൻ, വേറൊന്ന് എൻഡോർഫിൻ, വേറൊന്ന് ഓക്സിറ്റോസിൻ. ഇതൊക്കെ അതാ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നാലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാവും. സന്തോഷം തള്ളിയിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് സന്തോഷം തള്ളിയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ എന്നൊന്ന് പറ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസിൽ എഴുതും എന്താ നിങ്ങളുടെ അനുഭവങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കാനുള്ള ഹോർമോൺ നമുക്ക് കുറച്ച് എൻഡോർഫിൻ ഉണ്ടാക്കാം. റൈറ്റ്, എൻഡോർഫിൻ എപ്പോഴും ഉണ്ടാവുന്ന അറിയാം, ബോഡി സ്ട്രെച്ച് ചെയ്യുമ്പോൾ. അത് നമ്മുടെ ശരീരം ചെയ്യുന്ന പണിയാണ്, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എൻഡോർഫിൻ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഈ ഇങ്ങനെ കിട്ടി പൊട്ടിക്കില്ലേ, പൊട്ടണമെന്നില്ല, എന്നാൽ ഉള്ള പൊട്ടൽ മതി. എൻ്റെ കൂടെ ചെയ്യണം. നിങ്ങളിപ്പോൾ വല്ല ബെഡിലിരുന്ന് ഇങ്ങനെ മലർന്ന് കാണാനായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു അലസ ഭാവത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ഓഫീസിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നാൽ മതി, ക്ഷീണിച്ച് കിടക്കായിരിക്കും. എന്നാലും സന്തോഷം കിട്ടണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് മൂരി നീവരാന്ന് പറയില്ല, കൈകളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ കൂടെ ചെയ്യണം. ഇങ്ങനെ ഒന്ന് സ്ട്രെച്ചിടാം. അപ്പം നമ്മൾ ഈ ജോയിൻസൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ നമ്മളെ ബോഡി എന്ത് ചെയ്യും, നമുക്കൊരു സുഖം കിട്ടില്ലേ സാധനം. അതാണ് എൻഡോർഫിൻ. ഇപ്പോൾ കുറച്ച് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ജനങ്ങളേറ്റ് ഇടപഴകുമ്പോഴാണ്. ഓക്സിറ്റോസിൻ, പിന്നെ എൻഡോർഫിൻ്റെ പറഞ്ഞു, ഡോപ്പമിൻ, പിന്നെ സെറട്ടോണിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാക്കണമെങ്കിൽ ഇടപഴകണം. ഇടപഴകപ്പോൾ ആരുടെ നമ്മൾ ഇടപഴകുക, അതായത് സ്നേഹിക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ആരുടെ അപ്പം നിങ്ങൾക്ക് സ്നേഹമുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഭാര്യയാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ, അല്ലെങ്കിൽ കാമുകിയാണോ, അല്ലെങ്കിൽ മക്കളുണ്ടോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇവരോടൊക്കെ നമുക്ക് സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. ആ സ്നേഹം പ്രകടിപ്പിക്കാഞ്ഞാൽ ഈ പറഞ്ഞ ഹോർമോൺ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. ആ സ്നേഹം പ്രകടിപ്പിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഐ ലവ് യു. ഈ ഇത് കേൾക്കുമ്പോഴേക്കും അയ്യേ ഐ ലവ് യു എന്നാണ്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ മുമ്പൊക്കെ ഈ ഇമോജീസൊക്കെ ഉണ്ടല്ലോ, അതിൽ ലവിൻ്റെ ചിഹ്നമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുമാതിരിക്കുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എൻ്റെ മക്കളൊക്കെ ഈ ഇമോജി ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നമുക്ക് ശീലമില്ല, പക്ഷെ സംഗതി ഇഷ്ടമാണ്. പിന്നെ ലവിൻ്റെ ചിഹ്നമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണും. പിന്നെ മൂന്നും വെക്കുന്ന ചിഹ്നമൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇമോജി അയച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാം. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് നിങ്ങൾ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓക്സിറ്റോസിൻ കിട്ടിയിട്ടില്ല. സ്നേഹത്തിൽ കിട്ടുന്ന സാധനമാണ് അത്. നിങ്ങളിപ്പോൾ എന്താ ഒന്ന് പോസ്റ്റ് ചെയ്തോ, ഓക്കെ, പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൊബൈലെടുത്ത് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഐ ലവ് യു. ഇത് രണ്ടാൾക്കും ഓക്സിറ്റോസിൻ കിട്ടും. അതാ രസം. ഇത് അയക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും കിട്ടും. നല്ലതാണ് അതിൻ്റെ രസം. നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് നീ ആരോടാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ഒരു സംസാരം. ഇത് ഇമോജി ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞില്ല, ഇത് ചുമ്മാ കണ്ടതുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകില്ല. എല്ലാം ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വോയിസ് എന്ന് കേട്ടില്ലേ, അതുപോലെ പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം. പ്രപ്പോസ് ചെയ്യും, ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, ഓക്കെ. നിങ്ങളിത് ചെയ്യാണ്ട് ഞാൻ അടുത്ത് ഞാൻ പറയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്തോ, വിട്, മെസ്സേജ് വിടും. ഭാര്യക്കാണെങ്കിൽ, കാമുകിക്കാണെങ്കിൽ കാമുകിക്ക്, അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ മദറിനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരോടെ, ഓക്കെ, വിട്ടിടുക. എന്നിട്ട് ബാക്കി പറയുള്ളൂ. പറയുകയാണെങ്കിൽ വിട്ടിടുക, ഓക്കെ, പറഞ്ഞിട്ടെന്ന് വിചാരിക്കണം, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു സ്നേഹം നിങ്ങൾ കമൻസിൽ എഴുതി ഐ ലവ് യു, ലവ് ചിഹ്നം ഡു ഇറ്റ്. എനിക്കൊരു സന്തോഷം കിട്ടട്ടെ, മാത്രമല്ല നിങ്ങൾക്കും കിട്ടും ഓക്സിറ്റോസിൻ. ഇത് ചെയ്തവർക്ക് അടുത്തതും കിട്ടിയിട്ടുണ്ട്, ഓക്കെ. ഇനി വേണ്ടത് സെറട്ടോണിൻ കിട്ടണമെങ്കിൽ ശാന്തത, മെഡിറ്റേഷൻ. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, ഒരു 3 പ്രാവശ്യം, റൈറ്റ്. ബ്രീത്തിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി പ്രകാരം നമ്മൾ ഒറിജിനൽ കപ്പാസിറ്റി ഒന്നും യൂസ് ചെയ്യുന്നില്ല. പലരും ഹാഫ് ബ്രീത്തിങ്ങാണ്, ജീവിക്കാനുള്ള ബ്രീത്തിങ്. അല്ല, ഉന്മേഷത്തിനും സന്തോഷത്തിനുള്ള ബ്രീത്തിങ് അവർ ചെയ്യുന്നില്ല. ആ ബ്രീത്തിങ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻറ്റൻഷനലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം, പതുക്കെ വിടുക. സെറട്ടോണിൻ ഒന്നും കൂടി, ഓക്കെ. റൈറ്റ്, നിങ്ങൾ പറ, ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഇത്രേ ഉള്ളൂ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ. ഇനി നമുക്ക് ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ വേണം, നമുക്ക് ലക്ഷ്യം വേണം. അപ്പോൾ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ 100% നടക്കും, 100%. അപ്പോൾ ഒരു ബ്രെയിൻ എങ്ങനെയാണ് ഒരു ലക്ഷ്യം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിനിന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ലക്ഷ്യമല്ലല്ലോ. നമുക്കൊരു ലക്ഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കും, 100% നടക്കും. അപ്പോൾ ആ ലക്ഷ്യത്തിന് നമ്മൾ ഡേറ്റ് വെക്കുക. ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിലുള്ള നമ്മളൊന്ന് കാണുക. ആ ഡേറ്റിൽ അവിടെ അന്നേ നമുക്കത് കിട്ടുള്ളൂ, പക്ഷേ അയാളെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റണം.
കേൾക്കാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം, മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അയാളുടെ ശരീരം, അയാളുടെ മുഖം, അയാളുടെ കണ്ണ്, അയാളുടെ ഉത്സാഹം, ഊർജ്ജം ഒക്കെ ഇവിടെ ഒന്ന് കൊടുന്നിട്ട് വാ എന്ന് കാണിച്ചാൽ ഡോപ്പമിൻ വരും. അപ്പോൾ മനസ്സിലായില്ലേ? എൻഡോർഫിൻ സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് ചെയ്താൽ ഓക്സിറ്റോസിൻ ജനങ്ങൾ ഇടപഴകിയാൽ, മറ്റു മനുഷ്യന്മാരുടെ ഇടപഴകിയാൽ, സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ ശാന്തമായാൽ, പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ, പിന്നെ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അത് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, ഇത്രേ ഉള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ വാട്ട് യു ഫീൽ നൗ? റൈറ്റ് ഡൗൺ, എഴുതും. ഓക്കെ, എക്സ്പ്രസ് ഇറ്റ്. എനിക്കറിയാം, എന്നോട് അറിയിക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് സംഗതി നടന്നെങ്കിൽ നടന്നെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറ. റൈറ്റ്, എന്തായാലും എഴുത്ത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.